എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബയോളജിയെ പറ്റി. പലരുടെയും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. എന്നാൽ ചിലർക്ക് ബുദ്ധിമുട്ട് ഏറിയ ഒരു സബ്ജക്റ്റും കൂടിയാണ് ഈ ബയോളജി. പ്ലസ് 1 പ്ലസ് 2 നമുക്ക് ഈ ബയോളജിയെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ബോട്ടണി, പ്ലാന്റ്സും, പിന്നെ പ്ലാന്റ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെ ബോട്ടണി എന്നും, പിന്നെ അനിമൽസ്, ബയോഡൈവേഴ്സിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ സുവോളജി, അങ്ങനെ രണ്ട് സബ്ജക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലസ് 1 പ്ലസ് 2 ലെവലിൽ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ തിരിച്ചിട്ടുണ്ട്. സോ പലർക്കും പല കാരണങ്ങളാൽ ഈ ഒരു വിഷയം ടഫ് ആയിരിക്കാം. എന്നാൽ ചിലർക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റും ഈ ബയോളജി തന്നെയായിരിക്കാം. സോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ബയോളജി. ബയോളജിയെ നമുക്ക് ജീവശാസ്ത്രം എന്നാണ് പറയുന്നത്. സോ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സബ്ജക്റ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും പഠിക്കാൻ. സോ നിങ്ങൾക്ക് ഉള്ള ആദ്യത്തെ ചോദ്യമാണ്, ഡു യു ഫൈൻഡ് ബയോളജി ആസ് ആൻ ഈസി സബ്ജക്റ്റ്? യെസ് ഓർ നോ? നിങ്ങൾക്ക് ബയോളജി ഒരു ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എളുപ്പമാണോ? സത്യസന്ധമായിട്ടുള്ള മറുപടി എന്ത് ചെയ്യുക, പറയുക. സോ എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല. ഇന്ന ഒരു കുട്ടിക്ക് ഫിസിക്സ് ആണ് പഠിക്കാൻ ആയിട്ട് എളുപ്പം. സോ അതേസമയം ബയോളജി പാടാണ്. വേറൊരു കുട്ടിക്ക് ബയോളജി എളുപ്പമാണ്, ഫിസിക്സ് പഠിക്കാൻ പാടാണ്. സോ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല. ഒരാൾക്ക് വേറൊരു സബ്ജക്റ്റാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു സബ്ജക്റ്റ് ആയിരിക്കും. എല്ലാവർക്കും യൂണിക്കായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ട്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട്, പഠിക്കുന്നതിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പിന്നെ അടുത്ത നിങ്ങൾക്ക് രണ്ടാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഈസി ആണെന്ന് തോന്നിയിട്ടുണ്ടോ എന്നാണ്. അതായത് ഇൻട്രസ്റ്റിംഗ് ആണോ, മീൻസ് പഠിക്കുമ്പോൾ നല്ല കൗതുകം തോന്നിയിട്ടുണ്ടോ, അതോ ബാലികേറ മലയാറ്റ് തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്. ബയോളജി എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. സോ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളാണെന്ന്. സോ നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഈ സബ്ജക്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാം? സോ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് പഠിക്കാറുള്ളത് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, കണ്ടു എത്തുക. എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്? സ്വയം എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. സോ ഞാൻ ഏതൊക്കെ രീതിയിൽ പഠിച്ചപ്പോഴാണ് എനിക്കിത് പാടാറ്റ് തോന്നിയതെന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് മനസ്സിലാക്കുക എന്ന് നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ചിലർക്ക് ഉറക്കെ വായിച്ച് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് 5-6 തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, തലയിൽ കയറത്തുള്ളൂ. അല്ലെങ്കിൽ ചിലർക്ക് എഴുതി പഠിക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. ചിലർക്ക് സ്ലോ റീഡിംഗ് ആയിരിക്കും. ചിലർക്ക് മൈൻഡിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഓടിച്ച് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചിലർക്ക് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാനായിരിക്കും താല്പര്യം. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിലാണ്, ചിലർക്ക് പിക്ചേഴ്സ് അല്ലെങ്കിൽ ചാർട്ട്സ് ഇതൊക്കെ എഴുതി അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തൊക്കെ പഠിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിൽ പഠിക്കാനാണ് ഇഷ്ടമെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി ആ രീതി ഫോളോ ചെയ്ത് ബയോളജി പഠിച്ചു നോക്കും. നിങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. രണ്ടാമതായിട്ട് ബയോളജി ഈസി ആക്കാനായിട്ട് നിങ്ങൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ബയോളജിയിലും ബാക്കിയുള്ള ഫിസിക്സിനെയും കെമിസ്ട്രിനെയും മാത്സിനെയൊക്കെ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ബേസിക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം. ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഇന്ന ഭാഗം പഠിക്കുന്നുണ്ട്, ആ ഒരു ടോപ്പിക്കിൽ നിന്നും, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എന്തിനെ പറ്റിയാണ് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ പറയുന്നത്. സോ ആ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്താണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയാൽ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് എളുപ്പം ആയിരിക്കും. ബേസ് സ്ട്രോങ് ആക്കിയാലാണ് അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ നല്ലപോലെ ഉറക്കത്തുള്ളൂ. ഒരു ബിൽഡിംഗ് കെട്ടിയാലും ആദ്യം ബേസ്മെൻറ്റ് കെട്ടി ആ ബേസ്മെൻറ്റ് ഉറച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കി നിലകളൊക്കെ പണിത ഒരു വീട് പോലെ ആവത്തുള്ളൂ. അതേപോലെയാണ് ഫസ്റ്റ് നിങ്ങൾ ബേസ് സെറ്റാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു സബ്ജക്റ്റിനെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് വെച്ചും പിന്നെ കോഡുകളൊക്കെ വെച്ചും പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നൊരു സബ്ജക്റ്റ് ഈസി ആണെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ആദ്യം നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനോടുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുക, മാറ്റുക. ആ ഒരു കാഴ്ചപ്പാട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് എളുപ്പമാണ്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നിങ്ങനെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒരിത് വന്നാൽ മാത്രമേ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് പറയുന്നത്, നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങളുടെ ആ ഒരു ടഫ്നെസ് ഒക്കെ മറന്ന് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന്. അടുത്തത്, ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറേ സ്റ്റുഡൻസ് പറയുന്നുണ്ട് ബയോളജി ഒരുപാട് പഠിക്കാനുണ്ട്, ഡിഫിക്കൽട്ടാണ് പഠിക്കാനായിട്ട്, വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, കുറേ ഹാർഡസ്റ്റ് ടേംസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളുണ്ട്. സോ ആ ഒരു വാക്കുകളൊന്നും ഓർമ്മയിരിക്കുന്നില്ല, NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, മറന്നു പോകുന്നുവെന്ന് പ്ലസ് 1 പ്ലസ് 2 സ്റ്റുഡൻസ് ഒക്കെ പറയാറുണ്ട്.
ഈ +1 +2 സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ദാറ്റ് മീൻസ് എന്താണ്, ഈ ഒരു NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. കുറേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസ് ഒക്കെ അതിലുള്ള, കുറേ ഫുൾ ഫോംസും ഷോർട്ട് ഫോംസും, പിന്നെ എന്താണ് വായിക്കൊള്ളാത്ത കുറേ പേരുകളൊക്കെ അതിൽ ഉണ്ടാകും. പക്ഷേ എന്താണ്, നമ്മൾ അതൊക്കെ പഠിച്ചെടുത്തേ മതിയാവും. അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കും. ദാറ്റ് മീൻസ് ആ ചാപ്റ്റർ മനസ്സിലാക്കാതെ ആയിരിക്കും വായിക്കുന്നത്. സോ വായിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അവർ അത് സ്റ്റോപ്പ് ചെയ്യും. സോ അങ്ങനെ ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അടുത്തൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നത് എന്താണ്, പഠിക്കുന്നത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. സോ എന്താണ്, പഠിക്കും, ബട്ട് എന്താണ് എക്സാമിൻ്റെ ടൈമിൽ എന്താണ് ഓർത്തെടുത്ത് എഴുതാനായിട്ട് സാധിക്കുന്നില്ല. പഠിച്ച ടോപ്പിക്ക് തന്നെ ആയിരിക്കും, പക്ഷേ എന്താണ് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് എഴുതാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ആദ്യം കുറച്ച് എഴുതി എന്ത് ചെയ്യും, ബ്ലാങ്ക് ആവുന്ന ഒരു അവസ്ഥ. പിന്നെ സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ടി തോന്നാനായിട്ട് അടുത്ത കാരണമായിട്ട് പറയാനുള്ളത് എന്താണ്, ബേസിക്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ബേസിക്സ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഏത് ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. റീകാൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പഠിച്ചത് മറന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യുക, നിങ്ങൾ നേരെയാണോ പഠിച്ചത്. ദാറ്റ് മീൻസ് നിങ്ങൾ പഠിച്ച ആ ഒരു വേ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്ക്, അതായത് ആദ്യമായിട്ട് കാണുന്ന, ആദ്യമായിട്ട് കേൾക്കുന്ന പുതിയൊരു കാര്യം, ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഫസ്റ്റ് ടൈം ഒന്ന് റീഡ് ചെയ്യുന്നു. എന്താണ് സ്വാഭാവികമായിട്ടും ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. വീണ്ടും റീഡ് ചെയ്യുന്നു, അപ്പോഴും എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. വീണ്ടും വായിക്കുമ്പോൾ എന്താണ് ജസ്റ്റ് എന്താണ് അതിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടുന്നു, നമ്മൾ വീണ്ടും വായിക്കുന്നു, അപ്പോൾ എന്താണ് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നു. അടുത്തെന്താണ് 5ാമത്തെ വട്ടം വീണ്ടും വായിക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യുമ്പോഴാണ് ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ എന്താണ് ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ക്ലിയർ ആവുന്നത്. ഈ ബയോളജി പഠിക്കുമ്പോൾ എന്താണ് കണ്ടിന്യൂസ് റിവിഷൻ എന്താണ് ആവശ്യമാണ്. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഡെയിലി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കുമ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് വായിക്കാതെ ആ ഒരു കണ്ടന്റിനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ എന്താണോ പറയുന്നത് അതൊക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്താണ് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ എന്താണ് ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. സോ എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി ലാസ്റ്റ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, അങ്ങനെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എന്താണ് ജസ്റ്റ് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഇരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എന്താണ് നോട്ടായിട്ട് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. നിങ്ങൾ അതെടുത്ത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ എന്താണ് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏകദേശമൊക്കെ സെറ്റ് ആവും. പിന്നെ എന്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന നോട്ട്സ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ എന്താണ് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എൻ്റെയർ ചാപ്റ്റർ വായിക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ചാപ്റ്റർ മൊത്തം പഠിക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് എക്സാമിനും പിന്നെ സ്കൂളിൽ നടക്കുന്ന റിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പഠിക്കുമ്പോൾ കോഡുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, ഉണ്ടാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തിനെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് എന്താണ് കുറച്ചുകൂടെ നല്ല ഐഡിയയാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മറന്നൊന്നും പോകത്തില്ല. സോ അത് നമുക്ക് എന്താണ് കാലോ ഓർമ്മയിരിക്കും. പിന്നെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് റാൻഡമായിട്ട് വായിച്ച് പോവാതെ എന്താണ് ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനെ ഒറ്റ ഇരിപ്പിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ 4-5 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു പുതിയ ചാപ്റ്റർ പഠിച്ചാൽ എന്താണ് തീർച്ചയായിട്ടും മറന്നു പോകാൻ ചാൻസസ് ഉണ്ട്. സോ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനെ 4-5 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ ഫസ്റ്റ് പാർട്ട് ഇന്ന ഒരു ദിവസം പഠിക്കുക, എന്നിട്ട് സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം, അല്ലെങ്കിൽ എന്താണ് രാവിലെ ഒരു പാർട്ട് പഠിച്ചിട്ട് ഈവനിങ്ങിൽ എന്താണ് സെക്കൻഡ് പാർട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യം ഒന്ന് റീകാൾ ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ബുക്കൊക്കെ മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അത് മൈൻഡിൽ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താണ് പകുതി സക്സസ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചത് ശരിയായിട്ടുള്ള രീതിയിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കിയാണ് ആ ഒരു ടോപ്പിക്ക് പഠിച്ചിരുന്നെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ് റിവൈസ് ചെയ്യണം. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും റിവൈസിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കൃത്യമായിട്ടുള്ള റിവിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മയിരിക്കത്തുള്ളൂ. സോ റിവിഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അടുത്തത് ഹൗ ടു ഓവർകം ദ ഫിയർ ഓഫ് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു നിശ്ചിത സബ്ജക്റ്റിനോടുള്ള പേടി എങ്ങനെ മാറ്റാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് തവണ പഠിക്കാൻ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെനിക്ക് പറ്റിയ പണിയല്ല, എനിക്ക് ഈ സബ്ജക്റ്റിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന കുറേ ആൾക്കാർ ഉണ്ട്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനോടുള്ള നിങ്ങളുടെ അപ്രോച്ച് മാറ്റിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. ഓക്കെ, നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റാം. നിങ്ങൾ അത് ഹാർഡെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം നിങ്ങൾ ഈ സബ്ജക്റ്റ് എളുപ്പമാണ്, ഞാൻ വിചാരിച്ചാൽ പഠിക്കാനായിട്ട് സാധിക്കും, എന്നെക്കൊണ്ടേ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, നല്ല മാർക്ക് ഈ ഒരു സബ്ജക്റ്റിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റും ഏത് ഹാർഡായിട്ടുള്ള ഡിഫിക്കൽട്ട് സബ്ജക്റ്റായാലും നമുക്ക് ക്രാക്ക് ചെയ്ത് നല്ലൊരു മാർക്കിലോട്ട് തന്നെ എത്താനായിട്ട് സാധിക്കും. എല്ലാ പ്രോബ്ലത്തിനും അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ വിചാരിച്ചാൽ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പേടി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഹാർഡസ്റ്റ് ടേംസ് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, വാട്ട് ടു ഡു. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹാർഡസ്റ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും. അതായത് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ വാക്കുകൾ ചിലപ്പോൾ ഓർമ്മ കിട്ടണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഫുൾ ഫോംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസിൻ്റെ പേരായിരിക്കാം, ഫംഗസിൻ്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻസിൻ്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിലുള്ള സ്കെൽറ്റൽ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ബോൺസിൻ്റെയോ മസിൽസിൻ്റെയോ ഒക്കെ പേരായിരിക്കാം. സോ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടി എന്ന് സ്റ്റുഡൻസ് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു തവണ പഠിച്ചെന്ന് പറഞ്ഞ് നമുക്ക് ആ ചാപ്റ്ററിലുള്ള ഫുൾ കാര്യങ്ങളും അറിയണമെന്നൊന്നുമില്ല. നേരത്തെ പറഞ്ഞു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ചാപ്റ്റർ ഓർമ്മ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് ഈ ഹാർഡസ്റ്റ് ടേംസും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഒരു തവണ കേട്ടത് കൊണ്ട് നമുക്ക് അത് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നാം. ഒരു കാര്യം ആദ്യം ഫ്രഷ് ആയിട്ട് പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് പാടാണ് പഠിക്കാം. പക്ഷേ അതിൽ പഠിച്ച ആ ഒരു ട്രാക്കിലോട്ട് എത്തിക്കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെയാണ് ഈ ഹാർഡസ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് അങ്ങനെയുള്ള വാക്കുകൾ കേട്ട് പരിചയമൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം മാറി കിട്ടും. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിച്ച് ഈ കടുകട്ടിയായിട്ട് തോന്നുന്ന ഈ വാക്കുകളൊക്കെ 5-6 തവണ എന്ത് ചെയ്യുക, വായിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ശ്രമിച്ച് നോക്കണം. ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള അങ്ങനെ ഹാർഡസ്റ്റ് ആയിട്ട് തോന്നുന്ന ഈ വാക്കുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഡെഫിനിഷൻസ് ആയിരിക്കാം, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലായിരിക്കും ആ ഒരു ഇത് വരുന്നത്. സോ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി വെച്ച് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ +1 +2 കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസ് മീൻസ് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ടേംസ് ഒക്കെ വരുന്നത് ഈ +1 +2 അത് NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. നമുക്കറിയാം +1 +2 CBSE സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് സെയിം ടെക്സ്റ്റ് ബുക്കാണ്. അതായത് രണ്ടുപേരും NCERT ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കൊക്കെ സെയിം ആണ്, എക്സാം പാറ്റേൺസ് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് ഉള്ളത്. ബയോളജി മാത്രമല്ല, +1 +2 കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഈ 3 വിഷയം, ബയോളജിയും കൂടെ ചേർത്ത 4 വിഷയവും NCERT ടെക്സ്റ്റ് ബുക്കാണ് CBSEയിലുള്ളവരും സ്റ്റേറ്റിലുള്ളവരും പഠിക്കുന്നത്. അടുത്ത ടിപ്സ് ആൻഡ് ട്രിക്സ്. ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഉള്ള ടിപ്സും പിന്നെ കുറച്ച് ട്രിക്കുകളുമാണ്. ടിപ്സ് എന്ന് പറയാനായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അന്നെന്നുള്ളത് അന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. മീൻസ് ലാസ്റ്റിലോട്ടൊന്നും മാറ്റി വയ്ക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെയും ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ അവസാനം വെച്ച് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം പുതിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആയതിനാൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഉള്ളത് ഡെയിലി തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിനൊരു നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓൺ നോട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു നോട്ട് വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിൽ വരയ്ക്കാവുന്നതാണ്. വരച്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഡയഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഒന്നിൽ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ലേബൽ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ബയോളജി ടെക്സ്റ്റ് ബുക്സിനകത്തുള്ള ഡയഗ്രാംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ +1 +2 ഉള്ളവർക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, എന്തായാലും വായിച്ചിരിക്കണം. സോ ചിലപ്പോൾ ചാപ്റ്ററിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ഉദ്ദേശിച്ചത് സാധാരണ നോർമലി ചാപ്റ്ററിനകത്തു നിന്നാണ് വരുന്നത്. എന്തായാലും ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ എക്സസൈസ് പോർഷൻസ് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ തപ്പിയാൽ കിട്ടും, അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് സ്റ്റുഡൻസ് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. CBSE സ്റ്റുഡൻസും അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അത് എന്ത് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2025 ബോർഡ് എക്സാം ബോത്ത് CBSE ആൻഡ് സ്റ്റേറ്റ് സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കി കാണും. അവരുടെ മാർക്കിലൊക്കെ തന്നെ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. സോ അടുത്ത് വരാൻ പോകുന്ന ബാച്ചസ് ഇത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. 2026 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ്, +1 +2 സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക.
ബയോളജി പഠിക്കുമ്പോൾ എന്താണ് നല്ല രസകരമായിട്ടുള്ള രീതിയിൽ നല്ല മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്താണ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് പാട്ട് പോലെ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കി എന്ത് ചെയ്യുക പഠിക്കുക. പിന്നെ എന്താണ് കഥ പോലെ ആക്കി പഠിക്കാനായിട്ട് പറ്റുമെങ്കിൽ എന്താണ് അങ്ങനെയും പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആയിരുന്നാലും ശരി തന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്സ് വായിക്കണം. ബയോളജി എന്ന് പറഞ്ഞാൽ തിയറി സബ്ജക്റ്റാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്താവത്തുള്ളൂ ഒരു കുറച്ചുകൂടെ എന്ത് ചെയ്യത്തുള്ളൂ മനസ്സിലാവത്തുള്ളൂ. സോ എല്ലാവരും ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിക്കണം. എസ്പെഷ്യലി +1 +2 10th പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കൊച്ചു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോഴേ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ള ആ ഒരു എന്താണ് സ്വഭാവം ബിൽഡ് ചെയ്ത് വന്ന് ഹയർ ക്ലാസ് എത്തുമ്പോൾ എന്ത് ചെയ്യും അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ പഠിക്കാം, എങ്ങനെ ആ ഒരു സബ്ജക്റ്റിനോടുള്ള നമ്മുടെ അപ്രോച്ച് മാറ്റാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പുതിയ അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.